ഓടുന്നു വരുന്നു. കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് ഓടി, പിന്നാലെ യശോദയും. ഭഗവാനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല, എവിടെ പോയി എന്നറിയില്ല. പല ദിക്കിലും പോയി അന്വേഷിക്കുന്നു. ഉലൂഖലാഘ്രേരുപരി വ്യവസ്ഥിതം. ഭഗവാൻ ആ വടക്ക് ഭാഗത്ത് പോയി ഒരലിൻ്റെ മുകളിൽ കയറിരുന്ന് ആ കുഴിയിൽ വെണ്ണ സൂക്ഷിച്ച് അതിന് ലേശം ലേശം വെണ്ണെടുത്ത് അവിടെയുള്ള മർക്കായ കാമം ദത്തം ശിരിസ്ഥിതം. മർക്കായ കുരങ്ങന്മാർക്ക് ധാരാളമായിട്ട് കൊടുക്കുകയാണ്. കുരങ്ങന്മാരോട് വലിയ സ്നേഹം. എന്താ കാരണം വെച്ചാൽ രാമായണകാലത്ത് ഇവരല്ലേ ഉണ്ടായുള്ളൂ. സീതയെ അന്വേഷിക്കാൻ പോകുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ, ഒക്കെ ഈ വാനരന്മാരല്ലേ ഉണ്ടായത്. അതുകൊണ്ട് ആ ഒരു നന്ദി അവർക്ക് ഇങ്ങനെ ധാരാളം കൊടുക്കും വെണ്ണ. മർക്കായ കാമം ദതം ശിരിസ്ഥിതം ഹയ്യങ്കവം ചൗര്യവിശങ്കിതേക്ഷണം. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും തിരിഞ്ഞു നോക്കുക, അമ്മ വരുന്നുണ്ടോ എന്നുള്ള മട്ടിൽ കള്ളനോട്ടം. നിരീക്ഷ്യ പശ്ചാത് സുതമാകമച്ഛനൈഹി. മെല്ലെ 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 ശബ്ദം ഉണ്ടാക്കാണ്ട് ആ പാദസരമൊക്കെ മുകളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച അമ്മ മെല്ലെ ആരടുത്തെത്തി, കൃഷ്ണൻ്റെ അടുത്തെത്തി, രണ്ട് കൈ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അതാ അമ്മ കണ്ടല്ലോ എന്നായത്. താമാത്തയഷ്ടിം പ്രസമീക്ഷിതത്വരസ്തോ അവരുഹ്യാപസസാരഭീതവത്. അമ്മയെ കണ്ട് ഉണ്ണി ഞെട്ടി. ഗോപ്യന്വധാവൻ നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. യോഗീശ്വരന്മാർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ആ പരബ്രഹ്മത്തെ ഈ വിദ്യാഭ്യാസമില്ലാത്ത ഇടയപ്പൊണ്ണങ്ങോട്ട് പിടിച്ചു വെച്ചു, ഒരലിനോട് ചേർത്ത് വെച്ചു. കെട്ടാനായിട്ട് പുറപ്പെട്ടു. ഗോപികയോട് പറഞ്ഞു പോയിട്ടെ ഒരു കയറെടുത്ത് കൊണ്ടുവരും. അവൾക്കും വലിയ മോഹമുണ്ട് കെട്ടണമെന്ന്. വേഗം പോയി കയറെടുത്ത് കൊണ്ടുവന്നു. കെട്ടാനായിട്ട് പുറപ്പെട്ടപ്പോൾ 2 വിരലിൻ്റെ കുറവ്, എത്തണില്ല. വേറൊരു ഗോപികയോട് പറഞ്ഞു പോയിട്ട് വേറൊരു കയറെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അവളും പോയി ഇനി തികയാണ്ട വരണ്ട കരുതി വെള്ളം കോരുന്ന കയറുണ്ടല്ലോ വലിയ, നീളം തികഞ്ഞില്ല എന്ന് വേണ്ട, അത് കൊണ്ട് കൊടുത്തു. ഏച്ചുകൂട്ടി കെട്ടാൻ പുറപ്പെട്ടപ്പോഴും 2 വിരലിൻ്റെ കുറവ്, എത്തണില്ല. ഏതാ 2 വിരൽ? അഹം മമ, ഞാൻ കൃഷ്ണൻ്റെ അമ്മ, എനിക്ക് കെട്ടാൻ പറ്റും, ഞാൻ കെട്ടും ഭഗവാനെ, കെട്ടും അതൊക്കെ പറ്റില്ല. അതാണ് ഞാൻ ഭാഗവതം വായിക്കും, പറ്റും, ഞാൻ സപ്താഹം നടത്തും, കുറേശ്ശെ ഉണ്ടാവും. ഇല്ല, എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാൻ എന്ന് വിചാരിച്ചാൽ നടക്കും. എനിക്ക് പറ്റണില്ലല്ലോ ഈശ്വര എന്ന് വിചാരിച്ചാൽ നടക്കും. തൻ്റെ കേമത്വം കൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞാൽ സുഖമായിട്ട് നടക്കും. അല്ലെങ്കിൽ കുറച്ച് ക്ലേശിക്കേണ്ടി വരും. അതാണ് ഞാൻ എൻ്റെ എന്നുള്ള വിചാരമുള്ളത് കൊണ്ട് ആ അമ്മയ്ക്ക് പോലും കെട്ടാൻ ആദ്യം സാധിച്ചില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ചെവിയിൽ വന്ന് പറഞ്ഞു, കൃഷ്ണ ഞാൻ നിൻ്റെ അമ്മയാട്ടുമോ? ഇത്രയും പേര് കാണുന്നുണ്ടതാണ്. ഞാൻ നിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാന് ദയ തോന്നി. കെട്ടിക്കോട്ടെ, അമ്മയല്ലേ, കെട്ടിക്കോട്ടെ. അമ്മയുടെ കണ്ണിന് കണ്ണുനീര് വരാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ കെട്ടിക്കോട്ടെ വിചാരിച്ചു. ഭഗവാൻ അത് സങ്കല്പിച്ചപ്പോഴേക്കും ആദ്യം കൊണ്ടുവന്ന കയറന്നെ മുഴുവൻ വേണ്ടി വന്നില്ല. എളുപ്പത്തിൽ ആര് കെട്ടി? ആ യശോദ ഭഗവാനെ കെട്ടി. തൻ്റെ കേമത്വം കൊണ്ട് സാധിക്കില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടേ കെട്ടാൻ സാധിക്കുള്ളൂ എന്ന് പറയണം. ഇതുപോലെ കെട്ടി. ഈ ആന തന്നെ കെട്ടാനുള്ള ചങ്ങല ആന തന്നെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് ആർക്ക് കൊടുക്കും? പാപ്പാന് കൊടുക്കും. കാരണം പാപ്പാന് ചങ്ങല എടുക്കാൻ പറ്റില്ല. പാപ്പാൻ നല്ല പൂസായിരിക്കും. അയാൾ കുനിഞ്ഞാൽ പിന്നെ അയാളെ പിടിക്കാൻ വേറെ ആൾ വരേണ്ടി വരും. എന്നാൽ ആ പാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ കെട്ടാനുള്ള ചങ്ങലയാണ്. അതാരെടുത്ത് കൊടുക്കണത്? ആന തന്നെ എടുത്തു കൊടുക്കണത് പോലെ തന്നെ കെട്ടാനുള്ള കയറ് ആ അമ്മയ്ക്ക് ഭഗവാൻ തന്നെ കൊടുത്തു. കെട്ടിക്കോളും അമ്മേ എന്ന് പറഞ്ഞ് ആ അമ്മ സുഖമായിട്ട് കെട്ടി എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് കെട്ടാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രസാദം ലേഭിരേ ഗോപീയത്തത് പ്രാപ വിമുക്തിദാത് ജ്ഞാനിനാം ചാത്മഭൂതാനാം. വലിയ വലിയ ജ്ഞാനികൾക്ക് പോലും, യോഗീശ്വരന്മാർക്ക് പോലും തീവ്രമായ തപസ് കൊണ്ട് പോലും ഇത് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുക ആ അമ്മയ്ക്ക് സാധിച്ചു. എങ്ങനെ സാധിച്ചു? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചു. നമുക്ക് തോന്നും നമ്മുടെ പരിശ്രമം കൊണ്ടാണ്. അല്ല, പരിശ്രമിച്ചോളൂ, വേണ്ടെന്നല്ല, പരിശ്രമിക്കണം. പരിശ്രമിക്കുമ്പോഴേ ഭഗവാന് കാരുണ്യം ഉണ്ടാവുള്ളൂ. രാമകൃഷ്ണദേവൻ ഉദാഹരണം പറയും. ഏതുപോലെ ചോദിച്ചാൽ, ഒരു കുട്ടി അമ്മ മുകളിൽ വെച്ച മിഠായി എടുക്കാൻ വേണ്ടി ചാടുകയാണ്. എത്ര ചാടിയാലും അത് കിട്ടില്ല. കാരണം കുട്ടിയേക്കാളൊക്കെ അത്ര ഉയരത്തിലാണ്. എന്നാലും കുട്ടി ചാട്ടം നിർത്തണില്ല, ചാടിക്കൊണ്ടിരിക്കുക. കുറേ നേരം ചാടി. ഇതൊക്കെ കണ്ട അമ്മ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മ മനസ്സിൽ പറയും, പറ്റില്ല, നിനക്കത് കിട്ടില്ല. പക്ഷെ എന്നാലും കുട്ടി ചാടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി കുറേ ചാടി അവസാനം കുട്ടി കുഴങ്ങി ഒരു ഭാഗത്തിരുന്ന് തല താഴ്ത്തി അങ്ങനെ കരയാണ്. അത് കരയണത് കണ്ടപ്പോൾ ആർക്ക് പാവം തോന്നി? അമ്മയ്ക്ക് തോന്നി കഷ്ടം തന്നെ. കുറേ മനക്കെട്ടതല്ലേ, കുറേ ചാടി നോക്കി, അവന് കിട്ടിയില്ലല്ലോ. എന്നാൽ അവന് കിട്ടിക്കോട്ടെ കരുതി അമ്മ എന്ത് ചെയ്തു? ശബ്ദം ഉണ്ടാക്കാണ്ട് മെല്ലെ വന്ന് ആ മുകളിൽ വെച്ച മിഠായി താഴ്ത്തി വെച്ചു. കുട്ടിക്ക് ഒരു ചാട്ടത്തിന് കിട്ടാൻ പാകത്തിന്. കരച്ചിലൊക്കെ കുറച്ച് കഴിഞ്ഞ് നിർത്തി. ആ കുട്ടി കണ്ണീര് തുടച്ചു, കണ്ണ് തുറന്ന് ഒരൊറ്റ ചാട്ടം. എന്ത് കിട്ടി? ചോക്ലേറ്റ് കിട്ടി, മിഠായി കിട്ടി. മിഠായി കിട്ടിയിട്ട് ആ കുട്ടിയുടെ ഒരു നോട്ടം ആരുടെ നേരെ? അമ്മയുടെ നേരെ. അങ്ങനെയൊക്കെ വെച്ചിട്ടും കിട്ടിയല്ലോ. അമ്മയൊന്നും പറഞ്ഞില്ല. അമ്മ ഒന്ന് കണ്ണടച്ചെന്ന് പുഞ്ചിരിച്ചു. മനസ്സിലെന്താ പറയണത്? എടാ നിൻ്റെ കേമത്വം കൊണ്ടല്ല.
അത് മനസ്സിലാക്കിക്കോ. എൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടി ഇതാണ്. നമ്മൾ സപ്താഹം വായിച്ചിട്ട് സപ്താഹം വായിച്ചുവല്ലോ അപ്പോൾ ഭഗവാൻ പറയണം നിൻ്റെ കേമത്രം കൊണ്ടല്ല ആണ്, എൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടി. നീ ഇങ്ങനെ മെനക്കെടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ നടന്നോട്ടെ ആണ്. അത് തിരിച്ചറിഞ്ഞാൽ സമാധാനമായി ഇതാണ്. അതിപ്പം യശോദയ്ക്ക് മനസ്സിലായി ഇതാണ്. ദൃഷ്ടുവാ പരിശ്രമം കൃഷ്ണ അതാണ്. ആ അമ്മയുടെ പരിശ്രമം കണ്ട സമയത്ത് കൃപയാസീത് സ്വബന്ധനെ, ഭഗവാൻ തന്നെ അമ്മ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ ഉണ്ണിയെ, ആ പരബ്രഹ്മത്തെ. അതാണ് വില്ലുമംഗലം പറയണത് ഉപനിഷദർത്ഥം ആണ്. സച്ചിദാനന്ദ ബ്രഹ്മം, ആ ബ്രഹ്മത്തെ ആരൊതുക്കി കെട്ടി ഒരൊരലിൻ്റെ മുകളിൽ ഉലൂഖലേ നിബദ്ധം ദാമോദര ലീല അതാണ്. ഭഗവാൻ അങ്ങോട്ട് കെട്ടിയിട്ടില്ലേ. അതുകൊണ്ടാണ് ബ്രഹ്മാവൊക്കെ ചോദിക്കണതേ എന്നെ തപം ചെയ്തനേ യശോദ എന്നെ തപം ചെയ്തനേ. ഈ പരബ്രഹ്മത്തെ ഇങ്ങനെ കെട്ടാൻ എങ്ങനെ സാധിച്ചു എന്നാണ്. വലിയ അത്ഭുതമല്ലേ. അതാ അമ്മയ്ക്ക് സാധിച്ചു. കെട്ടിയിട്ടു, നിൻ്റെ വികൃതി ഒന്ന് കുറയട്ടെ എന്ന് പറഞ്ഞ് ആര് പോയി? അമ്മ അടുക്കളയ്ക്ക് പോയി. കുട്ടികളൊക്കെ ഓടി വന്നു. കൃഷ്ണ ഇനിയിപ്പോൾ കളി നടക്കില്ലേ? കൃഷ്ണൻ പുഞ്ചിരിച്ചു. എന്തിനാ കളി ഒഴിവാക്കണത്? ഏത് സാഹചര്യം വെച്ചാൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? അവിടതുപോലെ സന്തോഷിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് കൃഷ്ണൻ്റെ രീതി. കെട്ടിട്ടാലും സന്തോഷിക്കും. കൃഷ്ണൻ ആ ഒരെല്ലാം കണ്ട് തട്ടിയിട്ടു, അത് മുട്ടുകുത്തി നടന്നു. ഞാൻ ആനയാ, കൃഷ്ണൻകുട്ടി ആന. അത് കൈയൊക്കെ പൊന്തിച്ചു, തുമ്പിക്കയ്യാന്നൊക്കെ പറഞ്ഞ് കൈ പൊന്തിക്കുന്നുണ്ട്, ചിഹ്നം വിളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ബഹുരസായി. അവർ പുറത്തു പോയിട്ട് 2 കമ്പൊക്കെ കൊണ്ടുവന്നു. 1-ാം പാപ്പാൻ 2-ാം പാപ്പാൻ എന്നൊക്കെ പറഞ്ഞ് ഇതിലെ ഇടത്താനെ വലത്താനെ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണൻ ദൂരത്തൊരു കാഴ്ച കണ്ടു. 2 മരങ്ങളങ്ങനെ വിളിക്കുന്നുണ്ട്. തലയാട്ടി വിളിക്കുക. കാറ്റടിക്കുമ്പോഴേ തല എങ്ങനെ ആട്ടുക. ശരിക്കും പറഞ്ഞാൽ അവർ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? നളഗോപുരനും മണിഗ്രീവനാണേ. കൃഷ്ണ ഒന്ന് വന്ന് തൊടൂ, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുമോ, ഒന്ന് വന്ന് തൊടുവോ, ഒന്ന് വന്ന് തൊടുവോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഭഗവാൻ ആലോചിച്ചു, ഇതെന്താ സംഗതി? ശരിയാ, നാരദരുടെ ശാപം കിട്ടി ഇങ്ങനെ വന്നതാണ്. നളഗോപുരനും മണിഗ്രീവനുമാണ്. കുബേരൻ്റെ മക്കളാണ്. കുബേരൻ വലിയ കേമനാണ്, വലിയ ഭക്തനാ, ശിവഭക്തനാ, ധാരാളം കാശുമുണ്ട്. പക്ഷെ മക്കൾക്ക് ഭക്തിയില്ല. ജന്മനാ തന്നെ കാശുകാരായതുകൊണ്ട് എന്ത് പറ്റി ചോദിച്ചാൽ അവർ ധൂർത്തടിച്ച് കളയാണ്. അച്ഛൻ എങ്ങനെയാണ് കാശുണ്ടാക്കിയൊന്നും മക്കൾക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ മുണ്ട് മുറുക്കിയെടുത്തും കൊണ്ട് പട്ടിണി കിടന്നും കൊണ്ടൊക്കെ ആവും. പക്ഷെ മക്കൾക്ക് ഈ ജനിക്കുമ്പോൾ തന്നെ കാശ് കണ്ടതുകൊണ്ട് അതിൻ്റെ വില അറിയില്ല. അവർ ധൂർത്തടിച്ച് കളയുന്നു. ആ ഗംഗാനദിയിൽ മദ്യം സേവിച്ചും കൊണ്ട്, സ്ത്രീകളുടെ കൂടെ സല്ലപിച്ചും കൊണ്ട്, തൊട്ടടുത്ത കൈലാസം ഒന്ന് പോയി തൊഴില്ല, ശിവശിവാന്ന് ജപിക്കില്ല. ഒരിക്കൽ നാരദ മഹർഷി ആ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ ഈ കാഴ്ച കണ്ടു. കഷ്ടം തോന്നി. നല്ലൊരു ജന്മം കിട്ടിയിട്ട് തൊലച്ച് കഴിയണമല്ലോ, ചുട്ട് തിന്നണമല്ലോ ഈ ജന്മം. ഇവർ ഇങ്ങനെയാവല്ല വേണ്ടത്. ഇവരെന്ത് ചെയ്യണം? ഇവർ മനുഷ്യരാവേണ്ടവരല്ല ആണ്. ഇവരെന്താവട്ടെ? അമരന്മാർ മരങ്ങളായിടുന്നു, മരങ്ങളായിട്ട് മാറട്ടെ എന്ന് ശപിക്കുകയുണ്ടായത്. അത് ശാപമാണെന്ന് പറയാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ്. കാരണം നാരദർ അങ്ങനെ ശപിക്കൊന്നുമില്ല. മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞാൽ ശാപമാണ്. എവിടെ? വല്ല കള്ളിഷാപ്പിൻ്റെ മുറ്റത്ത് മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞാൽ ശാപമായിട്ട് കണക്കാക്കാം. ഇതെവിടെയാണ്? ഇത് ഗോകുലത്തിൽ ഭഗവാന്റെ വീടിൻ്റെ മുറ്റത്ത് മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞാൽ അത് വരാണോ ശാപാണോ ആണ്? അത് വരാണ്. ഇനിയിപ്പോൾ ആര് ആഗ്രഹിക്കുന്നുണ്ട്? ബ്രഹ്മാവ് ചോദിക്കുക, എന്നെന്തിനാ ഈ സത്യലോകത്ത് കൊണ്ടിരുത്തി ആണ്, എന്നെന്തിനാ അങ്ങ് ബ്രഹ്മാവാക്കി? ആ ഗോകുലത്തിലൊരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ സാധിച്ചാൽ ആണ്. ഇനി പുല്ലല്ലെങ്കിൽ ഒരു കല്ലായിട്ടെങ്കിലും ആണ്. അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നതിന് ബ്രഹ്മാവ് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒന്നും ചോദിക്കാണ്ട് തന്നെ നാരദരുടെ അനുഗ്രഹം കൊണ്ട് ഒരു യോഗ്യതയില്ലാത്ത ഈ നളഗോപുര മണിഗ്രീവന്മാരെന്തായി? ഭഗവാന്റെ ലീലകളൊക്കെ കണ്ട് ആ മുറ്റത്ത് അങ്ങനെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ? അതാണ് സത്സംഗത്തിൻ്റെ ഫലം. നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല, സജ്ജനങ്ങൾ നമ്മളെ കണ്ടാൽ മതി. അതാണ് തീർത്ഥാടനമൊക്കെ ചെയ്യാൻ പറയണത്. നമ്മളവിടെ പോയാൽ നമ്മൾ സജ്ജനങ്ങളെ കാണുന്നില്ല. നമ്മളപ്പോഴും അവിടെ പോയിട്ട് കാശി പോയാൽ പട്ടുസാരി വാങ്ങും, വില കുറഞ്ഞ് കിട്ടും, അത്രേ. നമ്മളതേ കാണുള്ളൂ. അല്ലാണ്ട് ഇപ്പം വിശ്വനാഥനെ കാണാനൊക്കെ കഷ്ടിയായിരിക്കും. പക്ഷെ അവിടെയുള്ള സജ്ജനങ്ങൾ ആരെ കാണും? നമ്മളെ കാണും, മതി. ഈ നളഗോപുര മണിഗ്രീവന്മാർ നാരദരെ കണ്ടിട്ടില്ല. പക്ഷെ നാരദരാരെ കണ്ടു? നാരദരുടെ ദൃഷ്ടി പതിഞ്ഞു, അതുകൊണ്ട് നേരെയായി. അതുകൊണ്ട് ആ നാരദരെ ശാപമോക്ഷമായിട്ട് പറഞ്ഞത് ഭഗവാൻ തൊട്ടാൽ നേരെയാവുന്ന. നാരദർ പറഞ്ഞത് സത്യമാക്കണ്ടേ? എൻ്റെ നാമം ജപിക്കുന്ന ആളാണ്. അതുകൊണ്ട് നാരദർക്ക് വേണ്ടി ഇവർക്ക് മുക്തി കൊടുക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. കുട്ടികളടുത്തുണ്ടെങ്കിൽ പ്രയാസ, അവരൊന്ന് അകറ്റാം. ആനയ്ക്ക് നല്ല വിശപ്പുണ്ട്, കരിമ്പ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുട്ടികളൊക്കെ കരിമ്പ് പിടിക്കാൻ പോയി. ഇത് പറ്റിയ സമയമാണ് എന്ന് കണക്കാക്കി ഭഗവാൻ ആ ഒരലും വലിച്ച് മെല്ലെ മുട്ടുകുത്തി നടന്ന് ആ 2 വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി അങ്ങോട്ട് സഞ്ചരിച്ചു. 2 ഒന്ന് തൊട്ടു, 2 അങ്ങോട്ട് മറഞ്ഞു വീണു. അതിൽ നിന്ന് 2 ദിവ്യപുരുഷന്മാരുണ്ടായി. അവർ കേമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. വാണീ ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്സതാം ദർശനേസ്തു ഭവത്തനൂനാം വാണീ ഗുണാനുകഥനേ. ഭഗവാനെ, ഞങ്ങൾക്ക് നല്ലൊരു നാവുണ്ടായിരുന്നു,
പക്ഷേ അങ്ങയുടെ കഥകൾ പറയാതെ, അങ്ങയെപ്പറ്റി പറയാതെ വേണ്ടാത്ത വിഷയങ്ങൾ പറഞ്ഞു നടക്കുകയുണ്ടായത്. ശ്രവണവും നല്ല ചെവികളുണ്ടായിരുന്നു, അങ്ങയെപ്പറ്റി ഒഴിച്ച് വേണ്ടാത്ത വർത്തമാനമൊക്കെ കേട്ട് നടന്നു. 2 കൈകളുണ്ടായിരുന്നു, അങ്ങയെ അർച്ചിച്ചില്ല. ലോകവിഷയങ്ങളുടെ പിന്നാലെ ഓടി വേണ്ടാത്ത കാര്യങ്ങൾ അധർമ്മം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്കതിൻ്റെ ഫലം കിട്ടി. ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല വേണ്ടത്. പലതും കണ്ണ് കേടായിട്ടുണ്ട്. ആ കണ്ണ് ശുദ്ധമാവണമെങ്കിൽ അങ്ങയെ ദർശിക്കണം, സജ്ജനങ്ങളെ കാണണം. വിഷയങ്ങൾ സ്പർശിച്ച് ഈ ശരീരം കേടായിട്ടുണ്ട്. ആ ദുർവാസന നീങ്ങണമെങ്കിൽ ഭഗവാനെ നമസ്കരിക്കണം. പല ആഹാരവും കഴിച്ച് അകത്തൊക്കെ അപകടമായിട്ടുണ്ട്. അത് ശുദ്ധമാണെങ്കിൽ ഭഗവാന്റെ തീർത്ഥം പ്രസാദം കഴിക്കണം. വാണീ ഗുണാനുകഥനേ, ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഇനി മുതൽ ഈ നാവ് കൊണ്ട് അങ്ങയുടെ ഗുണങ്ങൾ പാടാൻ സാധിക്കണേ. ശ്രവണവും കഥായാം, ഈ ചെവികളെ കൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാൻ സാധിക്കണേ. ഹസ്തവോ ച കർമ്മസു, ഈ കൈകളെ കൊണ്ട് കൈങ്കര്യം ചെയ്യാൻ സാധിക്കണേ, പൂജ കഴിക്കാൻ സാധിക്കണേ, മാല കെട്ടാൻ സാധിക്കണേ എന്നാണ്. ശ്രവണവും കഥായാം ഹസ്തവോ ച കർമ്മസു മനസ്തവ പാദയോർനഃ, ഈ മനസ്സുകൊണ്ട് അങ്ങയുടെ പാദം ചിന്തിക്കാൻ സാധിക്കണേ. പിന്നെയോ ഈ കണ്ണുകളെ കൊണ്ട് സജ്ജനങ്ങളെ കാണാൻ സാധിക്കണേ. സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സതാം, കണ്ണുകൊണ്ട് അങ്ങയെ കാണാൻ സാധിക്കണം എന്നാണ് പറയേണ്ടത്. പക്ഷെ അങ്ങയല്ല, അങ്ങയുടെ ശരീരങ്ങളാകുന്ന സജ്ജനങ്ങളെ കാണാൻ സാധിക്കണേ. മതി, അങ്ങയെ കാണുന്നേക്കാൾ കേമത്വം സജ്ജനങ്ങളെ കാണുന്നതാ. കാരണം ആ നാരദരെ കണ്ടതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ലാഭം ഉണ്ടായത്. അതുകൊണ്ട് ഇനിയും അതുപോലുള്ള നാരദരെ പോലുള്ള മഹർഷീശ്വരന്മാരെ, ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ, ഭക്തന്മാരെ കാണാൻ സാധിക്കണേ. ആ ഭക്തന്മാരും അങ്ങും വേറെയല്ല, ഒന്നു തന്നെയാണ്. ആ തിരിച്ചറിവ് അവർക്കുണ്ടായി. ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം, തൊഴുത് നമസ്കരിച്ചു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു, അവരെ ഭഗവാൻ മോചിപ്പിച്ചു. പക്ഷെ ഭഗവാൻ അവർ മോചിപ്പിച്ചില്ല. എന്നാൽ കെട്ടഴിച്ച് പോയിക്കൂടെ? എന്നാ കൃഷ്ണ, എന്നാ കെട്ടഴിക്കാം. ഇല്ല. കാരണം ഭഗവാൻ ആ കെട്ടിൽ പെട്ടിട്ടടക്കം ആരുടെ കെട്ട് പൊട്ടിച്ചു? ആ നളകുപുര മണിഗ്രഹന്മാരെ കെട്ട് പൊട്ടിച്ചു. അതൊന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ കെട്ട് പൊട്ടിക്കാൻ ഭഗവാന് പ്രയാസമുണ്ടോ? അത് ഭഗവാൻ സ്വയമാസീത്, ഭഗവാൻ തന്നെ എടുത്തണിഞ്ഞതാ. ഭഗവാൻ കാത്തിരുന്നു. ആ കെട്ടഴിക്കേണ്ട ആളാരാ? അത് നന്ദഗോപുര. കാരണം അത്രയ്ക്കും ഭക്തിയുള്ള ആളാണ് കെട്ടിയത് യശോദ. അതുപോലെ അത്രയ്ക്കും ഭക്തിയുള്ള ആൾക്ക് തന്നെ ഇത് കെട്ടഴിക്കാനും പറ്റുള്ളൂ. നന്ദഗോപുരം വരട്ടെ കാത്തിരുന്നു. നന്ദഗോപുരം ഓടി വന്നു. ഈ കാഴ്ച കണ്ടു, വലിയ വിഷമായി, കെട്ടഴിച്ചു. അപ്പോഴേക്കും മറ്റു ഗോപന്മാരും ഗോപികളും ഓടി വരുമ്പോൾ നന്ദഗോപുരം കണ്ണുരുട്ടിങ്ങ് നിൽക്കുന്നതാണ് കാണുന്നത്. തൊട്ടടുത്ത് തലതാഴ്ത്തിയാലും നിൽക്കുന്നുണ്ട് യശോദ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ യശോദയ്ക്ക് കാര്യം മനസ്സിലായി. ഇനി മുതൽ ഇല്ല, ഇനി കൃഷ്ണൻ എന്ത് ചെയ്താലും തല്ലില്ല, ചിത്ത പറയില്ല എന്ന് ആരുറപ്പിച്ചു? യശോദ ഉറപ്പിച്ചു. അതാണ് ആ കഥ. ദാമോദര ലീല.